നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദിഗിരി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഏറ്റവും സീനിയർ വൈദികനായിട്ടുള്ള റവറൻഡ് ഫാദർ ജോൺ തോട്ടുപുറച്ചൻ വികാരി അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ രൂപതയിലെ തന്നെ ഫാദർ ജെറിൻ പാലത്തെങ്കൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ, ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ വൈദികനെ കുർബാനയുടെ ഇടയ്ക്ക് വലിച്ചു വെച്ച് അവിടെ നിന്ന് തള്ളി കൊണ്ടുപോയ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത്തരം അതിനീചമായിട്ടുള്ള ഈ ശ്രമങ്ങളെ ഞാൻ കഠിനമായി അപലപിക്കുന്നു. പരിശുദ്ധ കുർബാനയെ പരിരക്ഷിക്കേണ്ട വൈദികനായിട്ടുള്ള ഫാദർ ജെറിൻ പാലത്തിങ്കൽ ഇത്തരമൊരു നടപടിയിലൂടെ വിശ്വാസ സമൂഹത്തെയും ആ ഇടവകയെയും സീറോ മലബാർ മുഴുവനെയും വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ വൈദികനെതിരെ കർശനമായ നടപടി സീറോ മലബാർ സഭ നേതൃത്വം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. കുർബാന ക്രമത്തിൻ്റെ പേരിൽ പോരടിക്കുന്ന എറണാകുളത്തെ വൈദികരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ, ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. കർശന നടപടി, കഠിനമായിട്ടുള്ള നടപടി ഇതിനെതിരെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വാസികൾ ഒന്നടങ്കം അമ്പരം നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഒരു വൈദികൻ, പരിശുദ്ധ കുർബാനയെ സംരക്ഷിക്കേണ്ട ഒരു വൈദികൻ, ഒരു സീനിയർ വൈദികൻ, 80 വയസ്സുള്ള ഒരു വന്യ വൈദികൻ, സഭയോടൊപ്പം നിൽക്കുന്ന, അടിയുറച്ച് നിൽക്കുന്ന തീക്ഷ്ണമതിയായിട്ടുള്ള വൈദികനാണ് ഫാദർ ജോൺ തോട്ടുപുറം. എനിക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വൈദികനെ, സഭയുടെ നിയമങ്ങളനുസരിച്ച് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികനെ അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോകുക, ഇത്തരം ശ്രമങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തടസ്സപ്പെടുത്തണം, തടയണം. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അതും ഒരു വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികളെ സംഘടിപ്പിച്ച് സഭയ്ക്കെതിരെ തിരിയുന്ന ഈ ഒരു അവസ്ഥ, അതിനെതിരെ കർശനമായിട്ടുള്ള കാനൂനിക നടപടികൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. ഇനി നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിരവധി തെറ്റിദ്ധാരണകളുടെ പേരിൽ കുർബാനക്രമത്തെ അംഗീകരിക്കാൻ നടക്കുന്ന വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അതായത് ഇത്തരം കുർബാന പ്രശ്നങ്ങൾ, ആരാധനാക്രമ പ്രശ്നങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും തെരുവിലൂടെ സമരം നടത്തുകയും ചെയ്യുന്ന സമർപ്പിതരായാലും കന്യാസ്ത്രീകളായാലും വൈദികരായാലും അവരുടെ മേൽ കർശനമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. അത് സന്യാസഭകളായാലും അത് ഇടവ വൈദികരായാലും അതിൻ്റേതായിട്ടുള്ള അധികാരികൾ കർശനമായ നടപടിയെടുത്ത് ഇത്തരം ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും മാതൃകാ നടപടിയെടുത്തുകൊണ്ട് ഇത്തരം ആളുകളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ മതിയായ ശിക്ഷ കൊടുത്ത് അവരെ ആ തെറ്റ് തിരുത്തുവാനുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. അൽമായ ഫോറത്തിൻ്റെ പേരിൽ ഞാൻ കർശനമായിട്ട് ഇത്തരം നീച സംഭവങ്ങളെ ഞാൻ കഠിനമായി അപലപിക്കുകയാണ്. ഇത്തരമൊരു കാര്യങ്ങൾ നമ്മുടെ സഭയിൽ ഒരിക്കലും നടക്കാൻ പാടില്ല. സഭയിൽ സമാധാനം സംജാതമാകണം. സഭയോടൊപ്പം നിന്നുകൊണ്ട്, സഭയുടെ കുർബാനക്രമത്തോടൊപ്പം നിന്നുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിനെയും സീറോ മലബാർ സിനഡിനെയും അംഗീകരിക്കുന്നവർക്ക് മാത്രം സീറോ മലബാർ സഭയിൽ സ്ഥാനമുള്ളൂ. നമ്മുടെ സഭ അത് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തിയായിട്ടുള്ള സഭയാണ് സീറോ മലബാർ സഭ. ആ സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെയും കുർബാനക്രമത്തെയും അംഗീകരിച്ചുകൊണ്ടുള്ള നടപടികൾ മാത്രമേ ഈ സഭയിൽ നിലനിൽക്കാൻ പാടുള്ളൂ. അതിനെതിരായിട്ടുള്ള ഏതൊരു ശ്രമത്തെയും കർശനമായ ശിക്ഷാ നടപടിയിലൂടെ തിരുത്തണമെന്ന് ഞാൻ സഭാ നേതൃത്വത്തോട് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.